സാറ് ഈ വിരമിക്കുന്ന ഈ അധ്യാപക സുഹൃത്തുക്കളെ, ഞങ്ങൾ സ്കൂളിനെ സംബന്ധിച്ച് ഈ വർഷം വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു വർഷമാണ്. കാരണം ഈ DO സാറാണ് ഞങ്ങൾക്ക് 2019 മുതലുള്ള അപ്രൂവലുകൾ അംഗീകരിച്ച് തന്നത്. അതിന് സാറ് സാറിനോട് സാറായി ഞാനതിനൊരു നിമിത്തമായിട്ടുള്ളൂ എന്ന് പറയുള്ളൂ. എന്തിനാ നിമിത്തത്തിനും ഇപ്പോഴും നമ്മൾ വർഷത്തിനാണ് ഒരു DO വരിക ഇവിടെ. അപ്പോൾ അവരാ അങ്ങനെ പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുവരെ അനുഭവം കണ്ടിട്ടുള്ളത്. പക്ഷെ സാറ് അത് അതിൻ്റെ നയങ്ങളിൽ ഇത് തന്നു വേദിയിൽ വെച്ചിട്ട് സാറ് വളരെയധികം കടപ്പാടും അറിയിക്കുന്നു. കാരണം എന്താ, നമ്മളെ കുട്ടികൾ മുന്നിൽ നിന്നിട്ട് ഈ 4-5 വർഷമായിട്ട് അപ്രൂവൽ ആവാത്ത വിഷമം നമുക്ക് അറിയാം. അവരെ മുന്നിലുള്ള ഇത് കാണുമ്പോൾ ഇപ്പോൾ സന്തോഷം അവരോട് ഞാൻ അറിഞ്ഞു. പിന്നെ മറ്റേ DO സാറ് ഇവിടെ ഞാൻ ടീച്ചറെ കാണുന്നത്, കാരണം വേറൊരു പിന്നെ ആയതുകൊണ്ട് കണ്ടിട്ടില്ല. ഒരു സന്തോഷം അതുപോലെ നാരായണ മാഷ് മീറ്റിംഗ് മാത്രം പേഴ്സണലായിട്ട് ടീച്ചർ പിന്നെ ടീച്ചർ ഞാൻ ഈ പരമായ പിന്നെ തമ്മിൽ പിന്നെ പല ട്രൈബൽ നമ്മളെ കോഴ്സിന് പോയി അവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അടുപ്പം കൂടി ടീച്ചറായിട്ടുള്ള ടീച്ചറെ അതെ ടീച്ചറിനാഴ്ച ശേഷം പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ടും ഒരു അടുപ്പുണ്ടായി. എല്ലാവരും ശ്രദ്ധിച്ച പോലെ തന്നെ നമ്മുടെ ഈ വർഷത്തിൽ ഒരു മേലധികാരി എങ്ങനെ ആയിരിക്കണം പഠിച്ചു തന്നതാണ്. ഇതുവരെ കഴിഞ്ഞ വർഷമൊക്കെ ഉള്ളവരും എന്തെങ്കിലും അത് നോക്കാണ്ട് ടെൻഷൻ അവിടേക്ക് എത്തിക്കണ വിധത്തിലുള്ള സാരങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ സാറ് അത് ഏത് വിധത്തിലായാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരുപാട് പേര് പറഞ്ഞു. ഓരോരുത്തർ അനുഭവം തന്നെ നമുക്ക് നമ്മളെ മുന്നിൽ ഒരാൾക്ക് താഴെ സബോർഡിനേറ്റിന് ഒരു പ്രശ്നം വന്നാല് അത് അവരും കൂടി താങ്ങായി തണലായിട്ട് നിൽക്കാൻ ആവണം നമ്മളെ മേലധികാരി എന്ന് പഠിപ്പിച്ചു തന്നതും കൂടിയാണ് സാറ്. അതിന് സാർ അതില് തമാശാരെ സൂചിപ്പിച്ചു വടക്കൻ മലബാറിന്റെ ഒരു പിന്നെ പ്രത്യേക എന്ന് പറഞ്ഞു. അത് നമുക്ക് അനുഭവം ശരി തന്നെയാണ്. അത് പറഞ്ഞാൽ നമുക്ക് അനുഭവം തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയണവരാണ്. നടുവിൽ കിടക്കുമ്പോൾ അപ്പുറത്തതും ഇപ്പുറത്തും അറിയാം. അതുകൊണ്ട് വളരെ പിന്നെ എങ്ങനെ പറയാം, നമുക്ക് എല്ലാവരും പറഞ്ഞ ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും എല്ലാവിധ എന്ത് പിന്നെ നമ്മളെ ടീച്ചർ പറഞ്ഞു ാണ് ഒരാൾ ഫോൺ ചെയ്ത് പക്ഷെ സാർ തിരിച്ചാറുണ്ട്. മറ്റുള്ള പിന്നെ വിളിക്കൽ കുറവ്, നമ്മളും വിളിക്കാൻ ഞെട്ടിപ്പിക്കാനേ അല്ലാത്ത വിളിക്കൽ കുറവാണ് ഉണ്ടെന്ന് പറയാലോ. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ ഉണ്ട്, ആ പ്രശ്നത്തിന് നിങ്ങളൊന്ന് ഇതാക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഉപദേശം തന്ന് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കൊക്കെ എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു വന്ന അന്നത്തെ ദിവസം പോയി. അങ്ങനത്തെ പ്രശ്നമുള്ള ഒരു പണി. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കൂടെ നമ്മളെ മേലുള്ളവർ നമ്മളെ ഉണ്ടാവും ആ ഒരു വിശ്വാസം വലിയൊരു ആഗ്രഹമാണ്. അത് സാറിന് ഞങ്ങൾക്ക് കിട്ടി. അത് വലിയൊരു ഭാഗ്യമായി കരുതണം. അതിൽ കൂടെ തന്നെ പറയാം, ഇങ്ങനെ ഒരു പിന്നെ കൂടിച്ചേരലിന് നമ്മൾ പോയി എവിടെ അട്ടപ്പ് പിന്നെ സ്റ്റാഫ് ഊട്ടിക്ക് പോയി. ഊട്ടി അടുത്തൊക്കെ പോയി. ഞങ്ങൾ കുറച്ച് ഒരുപാട് പേരെ പ്രതി കുറെ പേര് പകുതി തന്നെ അതിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നിസ്സാര പ്രശ്നങ്ങളാവും. പക്ഷെ ഈ വർഷം എല്ലാവരും പിന്നെ ഇതിനെ പിന്നെ പറഞ്ഞവരൊക്കെ എങ്ങനെങ്കിലും എത്തിച്ചെടുത്ത പനിയായിട്ട് വന്ന് മറ്റുള്ള ഞാൻ ഇന്നലെ രാത്രി 1 രാവിലെ 5 മണിക്ക് പോയി. പക്ഷെ എങ്കിൽ പോലും നാട്ടിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് കൺവീനർ മനോജ് മാഷ് ഞങ്ങൾ ഒരുമിച്ച് പ്രീ ഡിഗ്രി ഒരുമിച്ച് MAS പഠിച്ച മനോജ് മാഷിന്റെ പോലെ തന്നെ കൺവീനർ ടീച്ചറെ പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം ഇത് നിങ്ങളൊന്നും വിട്ടുവരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മൾ നിർത്താനും ഇങ്ങനെ ഒരു കൂടിച്ചേരലിലൊരു വഴി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞതിൽ ഇവരെ
അഭിനന്ദിക്കുന്നു. ബിന്ദു വിനോദ് മാഷിനും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ റിട്ടയർ ചെയ്യുന്ന എല്ലാവർക്കും സിഒ സാറിനും എഒ സാറിനും അതുപോലെ മറ്റെല്ലാ അധ്യാപകർക്കും നീല ജീവിതം, സന്തോഷ സമ്മാനമൊക്കെ നിറഞ്ഞ ജീവിതമാവട്ടെ. കാരണം നമ്മൾ ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇപ്പൊ നമ്മൾ അന്ന് സൈലന്റ് വാലിക്ക് ഒരു ട്രിപ്പ് പോയത്, ഇപ്പോ പിന്നെ ട്രിപ്പ് പോകേണ്ടവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം ഈ KSRTC-ലൊക്കെ ഒരുപാട് പാക്കേജുകളുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോവാന്. പോവാറുണ്ട്, പല തവണ ഞാനും പോയിട്ടുണ്ട് KSRTC. നല്ല ഇതാണ്, നമുക്ക് സൗകര്യമാണ്. അപ്പൊ അതിലൊക്കെ നോക്കുമ്പോൾ ഒരു ടീം ഫുൾ പെൻഷനേഴ്സാ. കാരണം അവര് ഇപ്പോഴാവും പോണത്, പണ്ടില്ലല്ലോ. പണ്ട് എല്ലാ പ്രാരാബ്ദങ്ങളും അങ്ങനെ എല്ലാതും തലയിലേക്ക് എവിടെ പോവില്ല. ഇപ്പോഴാണ് അവരൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് നല്ല പാറി പറയാൻ തുടങ്ങുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാധാ ടൂർ, ഇന്റർനാഷണൽ ടൂർ, എല്ലാ ടൂറിനും ഇപ്പൊ സൗകര്യങ്ങളുണ്ട്. അതിനുള്ള നമുക്കതിനെ പിന്നെ പറയുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഇറങ്ങി പോകാനുള്ള ഒരു ചുറ്റുപാട് ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നന്നായി ആസ്വദിക്കാനും നല്ല ആരോഗ്യം ഇപ്പൊ നമുക്കുണ്ടെങ്കിലും നമ്മളെ കാലത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ വിചാരിക്കാതെ കടന്നു വരുന്ന അസുഖങ്ങൾ. അത്തരം അസുഖങ്ങൾ എല്ലാവർക്കും പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ.